ലോകത്തിലെ തന്നെ ഏറ്റവും വില കുറഞ്ഞ സ്മാർട്ട് ഫോണുമായി ജിയോ വരുന്നു. ഈ വാർത്ത നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. ആ വാർത്തയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശമാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ. ജിയോയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, കുറഞ്ഞ നിരക്കിൽ ഇൻ്റർനെറ്റ് സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും നൽകി നമ്മളെ ഈ ഒരു ഇന്ത്യയിലെ കൂടുതൽ സെർവറുകളും അതുപോലെ തന്നെ കൂടുതൽ കണക്ഷനുകളും തന്നെ ജിയോയിലേക്ക് മാറി. നമുക്കറിയാം, നമ്മുടെ വീടിൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന സിം ഏതാണെന്ന് ചോദിച്ചാൽ പലരുടെയും നാട്ടിലും ജിയോ തന്നെ ആയിരിക്കും. എൻ്റെ നാട്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ തന്നെ 3ഉം 4ഉം അല്ലെങ്കിൽ 2ഉം 3ഉം ജിയോ സിമ്മുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നാട്ടിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ജിയോയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ജിയോ പല സമയത്തും കുറഞ്ഞ നിരക്കിൽ ഇൻ്റർനെറ്റും അതുപോലെ തന്നെ കോളിംഗ് സൗകര്യങ്ങളും ഒക്കെ നൽകിയിട്ടായിരുന്നു നമ്മളെ ഈ ജിയോ ഈ ഒരു ഇന്ത്യയെ ഇപ്പം ഭരിക്കുന്നത് തന്നെ. ഈ ഒരു ഫോണിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ മുകേഷ് അംബാനിയുടെ ജിയോ തന്നെയാണ്. അപ്പോൾ ജിയോ അവർ പുതിയൊരു 41ാം വാർഷികത്തിൻ്റെ ഒരു ആഭിമുഖ്യത്തിൽ അവർ പുതിയൊരു തീരുമാനമെടുത്തിരുന്നു. ആ തീരുമാനം ഇതാണ്: ലോകത്തിലെ തന്നെ ഏറ്റവും വില കുറഞ്ഞ സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ അല്ലെങ്കിൽ ജിയോ ഇറക്കാൻ പോകുന്നുവെന്ന്. ഈ ഒരു വാർത്ത നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഏറ്റവും ഒരു ആശ്വാസകരമായ ഒരു വാർത്തയാണ്. കാരണം ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ഓൺലൈൻ ക്ലാസ്സും ഈ ഒരു കൊറോണ സാഹചര്യത്തിൽ നമുക്കറിയാം, ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു നാട്ടിലും അല്ലെങ്കിൽ ഈ ഒരു ഇന്ത്യ ഒട്ടാകെ അല്ലെങ്കിൽ ഈ ഒരു ലോകമൊട്ടാകെ തന്നെ ഒരു ഓൺലൈൻ ക്ലാസ് സൗകര്യങ്ങളും മറ്റും ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് പലർക്കും നമുക്കറിയാം, ഫോണും കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ പലർക്കും ഈ ഒരു ഫോണിൻ്റെ സൗകര്യങ്ങളും ഓൺലൈൻ ക്ലാസ്സൊന്നും കിട്ടാത്തൊരു അവസ്ഥ വരുന്നുണ്ടാവും. അപ്പം പലതും നമ്മൾ മേക്കപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ എന്നാലും നമുക്ക് ഈ ഒരു ജിയോയുടെ ഈ ഒരു സഹായം, ഏറ്റവും വില കുറഞ്ഞ സ്മാർട്ട് ഫോൺ അവർ ഇറക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നമുക്കത് വളരെയധികം അല്ലെങ്കിൽ വളരെ ഏറ്റവും അധികം തന്നെ നമുക്കൊരു സന്തോഷകരമായിട്ടുള്ള, സാധാരണക്കാരെ കൈത്താങ്ങായിട്ടാണ് ഈ ഒരു സംഭവം വന്നിട്ടുള്ളത്. അപ്പം ആ ഫോണിൻ്റെ കൂടുതൽ വിശേഷങ്ങളും പ്രൈസിങ്ങും ഒന്നും അവർ പറഞ്ഞിട്ടില്ല. എന്നാലും തന്നെ ആ ഒരു ഫോൺ ഏകദേശം എങ്ങനെ ഉണ്ടാകുന്നു, ആ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ് ആ ഒരു ഫോണിൻ്റെ ഡിസൈനും കാര്യങ്ങളും എന്തൊക്കെയാണ് ആ ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നൊക്കെ നമുക്ക് നോക്കാം. എന്തൊക്കെ പറഞ്ഞാലും ഒരു 100% സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ഈ ഒരു ജിയോന് സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ സാധിക്കട്ടെ. സാധാരണക്കാരനായ അല്ലെങ്കിൽ ഈ 2G ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ചെറിയ ഫോൺ, സ്വിച്ചിങ് ഫോൺ അല്ലെങ്കിൽ കീപാഡ് ഫോൺ ഉപയോഗിക്കുന്ന ആളുകളിൽ നിന്നും അപ്ഡേറ്റ് ആയിക്കൊണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിലേക്ക് എല്ലാവർക്കും സ്മാർട്ട് ഫോൺ എന്ന ഈ ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു മുന്നോട്ട് വെപ്പ് തന്നെ ഏറ്റവും നല്ല ഉചിതമായ ഒരു ഡെവലപ്മെൻറ്റ് തന്നെയാണ് ജിയോ കാഴ്ചവെക്കുന്നത്. അപ്പം ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് കൂടുതൽ അറിയാം, എന്തൊക്കെയാണ് കൂടുതൽ അവർ അപ്ഡേറ്റ് അറിയിച്ചിട്ടുള്ളതെന്നൊക്കെ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു ജിയോ പുറത്തിറക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പേര് ഏകദേശം ജിയോ ഫോൺ നെക്സ്റ്റ് എന്നായിരിക്കും ഈ ഒരു ഫോണിൻ്റെ പേര് വരുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളത്, ഈ ഒരു ഫോണ് വിപണിയിൽ ഇറക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഫോണ് നിർമ്മിക്കാൻ തീരുമാനമെടുക്കുന്നത് ജിയോയും അതുപോലെ തന്നെ ഗൂഗിളും ഒത്തുചേർന്നിട്ടാണ്. അപ്പോൾ ഈ ഒരു ഫോണിൽ നമുക്ക് ഗൂഗിളിൻ്റെ പല ആപ്സും ഗൂഗിളിൻ്റെ എല്ലാവിധ ആപ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ജിയോയുടെ പല ആപ്ലിക്കേഷൻസും നമുക്ക് അറിയാം, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പല ആപ്ലിക്കേഷൻസ് നമ്മൾ ഈ ഒരു ജിയോയ്ക്കും അതുപോലെ തന്നെ ഗൂഗിളിനും തന്നെ ഉണ്ട്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ഈ ഒരു ഫോണിലൂടെ ലഭിക്കുന്ന ഒരു സംഭവം വരുന്നുണ്ട്. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് തികച്ചും ഒരു 4G ഫോൺ തന്നെയാണ് ജിയോ. നമുക്കറിയാം 4G അല്ലാതെ കളിക്കില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളെ പ്ലേ സ്റ്റോർ കാര്യങ്ങൾ അതുപോലെ തന്നെ ഗൂഗിളിലായിട്ടുള്ള എല്ലാ ആപ്സും അതുപോലെ തന്നെ ജിയോയുടെ എല്ലാ ആപ്സും കിട്ടും. അതുപോലെ തന്നെ ഒരു അടിപൊളി 4G ഫോണാണ് ഇവരുടെ ജിയോ ഫോൺ നെക്സ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫോണ്. നമ്മുടെ ഈ ഒരു ഫോണിൽ ഗൂഗിളിൻ്റെയും ഒരു ഇതിൽ വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ജിയോയുടെയും ഗൂഗിളിൻ്റെയും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഏറ്റവും പെട്ടെന്ന് തന്നെ അറ്റ് ഏർലിയസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ ലഭിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഈ ഒരു ഫോണിന് എല്ലാ സ്മാർട്ട് ഫോണിനെ പോലെ തന്നെ നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയാം, എന്തൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ഒരു ഫോണിൻ്റെ നിശ്ചിത വിലയോ കാര്യങ്ങളോ ഒന്നും അവർ പുറത്ത് വിട്ടിട്ടില്ല. പിന്നെ ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുക ഈ ഒരു വർഷം സെപ്റ്റംബറിലായിരിക്കുമെന്നാണ് നിഗമനം. അല്ലെങ്കിൽ ഏകദേശം അവർ തീരുമാനിച്ചിരിക്കുന്നത് ഈ ഒരു വർഷം സെപ്റ്റംബർ 9 റേഞ്ചിലേക്കാണ്, സെപ്റ്റംബറിലാണെന്നാണ് പറഞ്ഞത്. അപ്പം എനിക്ക് കിട്ടിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ്. അപ്പം ഇനി കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു.
പിന്നെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ അവസാനം എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ അവസാനം വീഡിയോൻ്റെ അവസാന ഭാഗമാക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഞാൻ അജയ് സിദ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലാണ് നിങ്ങൾ കാണുന്നത്. അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.